ഹായ് ഫ്രണ്ട്സ്, നമ്മൾ മാർക്കറ്റ് വല്ലാതെ വോളറ്റൈലാണെന്ന് നമ്മൾ കാണാൻ സാധിച്ചു ഇന്നത്തെ ദിവസം. ഇന്ന് വെളുപ്പിനെയുള്ള എൻ്റെ റീലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 6 മണിക്ക് മുമ്പുള്ള റീലാണ്. അതായത് ടെഹ്റാൻ്റെ പ്രപ്പോസൽ US റിജക്റ്റ് ചെയ്തു, എസ്പെഷ്യലി ന്യൂക്ലിയർ ആയിട്ടുള്ള യുറേനിയം എൻറിച്ച്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഹ്യൂജ് വോളറ്റൈൽ പോകുന്ന കാര്യം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഇന്ന് US ഫീച്ചേഴ്സ് ഓപ്പൺ ചെയ്ത് തന്നെ 200 പോയിൻറ്റ് ഡൗൺ ആണ്. അതുപോലെ തന്നെ കമ്മോഡിറ്റിയിൽ ഓയിൽ ഓപ്പൺ ചെയ്ത് തന്നെ 3% 4% അപ്പിലാണ്. സോ നാച്ചുറലി നമുക്കറിയാൻ സാധിക്കും മാർക്കറ്റ് വളരെ വോളറ്റൈൽ പോകാൻ സാധ്യതയുണ്ടെന്ന്. അതുതന്നെയാണ് ഇന്ന് മാർക്കറ്റിൽ സംഭവിച്ചത്. ഇങ്ങനെ വളരെ സഡൻ വോളറ്റാലിറ്റിയെ നമ്മൾക്ക് എങ്ങനെ ഫേസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ചെറിയ വീഡിയോ ആണിത്. ഫ്രണ്ട്സ്, നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യം, ക്വാളിറ്റി സ്റ്റോക്സിനെ മാത്രമേ ട്രേഡ് ചെയ്യാവുള്ളൂ. എന്താണ് ക്വാളിറ്റി സ്റ്റോക്ക്? ആൾക്കാരൊക്കെ പറയും മൾട്ടി ബാഗർ, നിഫ്റ്റി 50 മൾട്ടി ബാഗർ എന്നൊക്കെ ആൾക്കാരൊക്കെ പറയും. എനിവേ, നമ്മൾക്ക് ഏത് സ്റ്റോക്കാണോ ലാഭം തരുന്നത് നമ്മളെ സംബന്ധിച്ച് അതാണ് മൾട്ടി ബാഗർ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ പ്യുവർ സ്മോൾ ക്യാപ് ട്രേഡറാണ്. ഞാൻ ഡെസ്റ്റിനി എന്ന് പറയുന്ന പാറ്റേണിലാണ് ഈ ട്രേഡ്സ് കംപ്ലീറ്റ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് എൻ്റെ ട്രേഡ്സൊക്കെ ഹാർഡ്ലി ഒരു 5 days 10 days ഉള്ളൂ എന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്? ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എക്സലൻറ്റ് റിസൾട്ടിൽ ഫെൻറ്റാസ്റ്റിക് ഫസ്റ്റ് ലെഗ് കയറിയ സ്റ്റോക്കുകളിലാണ് എൻ്റെ ഫോക്കസ് ബേസിക് ആയിട്ടുള്ളത്. ഈ ഫസ്റ്റ് ലെഗ് കയറുന്ന സ്റ്റോക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും കൂടുതൽ പൈസ വരുന്നത് സെക്ടറിനേക്കാൾ ഉപരിയായിട്ട് സബ് സെക്ടേഴ്സിലാണ്. എന്താണ് സബ് സെക്ടർ? ഇപ്പോൾ ഓട്ടോ ഒരു സെക്ടറാണ്, പക്ഷേ ഓട്ടോ ആൻസിലറി എന്ന് പറയുന്ന സബ് സെക്ടറുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ പല പല സബ് സെക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടയർ ഉണ്ടാക്കുന്ന ഒരു സബ് സെക്ടറാണ്, പല ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ടാക്കുന്ന സബ് സെക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഓട്ടോ എന്ന് പറയുന്ന വലിയൊരു ഇൻഡസ്ട്രിയുടെ ചുറ്റുമായിട്ട് ധാരാളം സബ് സെക്ടർ ഉണ്ട്. ഇതിൻ്റെ അകത്താണ് ഏറ്റവും കൂടുതൽ പൈസ വരുന്നത് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ഇങ്ങനത്തെ സ്റ്റോക്കുകളുടെ റിസൾട്ട് ഫാന്റാസ്റ്റിക് റിസൾട്ട് വന്നാൽ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ഫണ്ട് അനാലിസിസ് നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല, എഴുതാപ്പുറം വായിക്കുക എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് ഒരു ഫണ്ട് അനലിസ്റ്റിൻ്റെ അടുത്ത് പോയി പഠിക്കേണ്ട കാര്യമാണ്. അതൊരിക്കലും ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ സാധിക്കത്തില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എഴുതാപ്പുറം വായിക്കുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഒരു സ്റ്റോക്ക് ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ എഫക്റ്റ് കൊണ്ട് എക്സലൻറ്റ് റവന്യൂ ഗ്രോത്ത് കൊടുത്തു. ഇപ്പോൾ റവന്യൂ ഗ്രോത്ത് കൊടുത്തു കഴിയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? വിസിബിലിറ്റി, കമ്പനിയുടെ വിസിബിലിറ്റി സ്ട്രോങ് ആയി വരുന്നു. ഇപ്പോൾ റവന്യൂ ഗ്രോത്ത് കഴിഞ്ഞ കൊല്ലം ഇക്കൊല്ലമായിട്ട് ഒരു 30% റവന്യൂ ഗ്രോത്ത് വന്നു. അപ്പോൾ റവന്യൂ ഗ്രോത്തിൽ 30% ഗ്രോത്ത് വന്നു. നെറ്റ് പ്രോഫിറ്റ് 30 വരെ 50% ഗ്രോ ചെയ്ത് മനസ്സിലാക്കും. സോ എക്സലൻറ്റ് റവന്യൂ ഗ്രോത്തിനോടൊപ്പം തന്നെ റവന്യൂ ഗ്രോത്തിനെ കവച്ചു വയ്ക്കുന്ന ഒരു നെറ്റ് പ്രോഫിറ്റുള്ള ഗ്രോത്ത് കണ്ടാൽ മനസ്സിലാക്കണം കമ്പനിയുടെ പ്രൈസിങ് എന്താ പറയേണ്ടത്, മാർക്കറ്റിൽ നിന്ന് പ്രൈസ് ഈടാക്കാനുള്ള കമ്പനിയുടെ കഴിവിനെയാണ് കാണിക്കുന്നത്. ഇങ്ങനെ ധാരാളം എഴുതാപ്പുറങ്ങൾ വായിക്കാൻ പഠിച്ചാൽ മാത്രമേ കറക്റ്റ് ഫണ്ട് അനാലിസിസ് നടത്താൻ സാധിക്കത്തുള്ളൂ. ഇങ്ങനത്തെ സ്റ്റോക്കുകളാണ് മാർക്കറ്റിൽ ലീഡേഴ്സായിട്ട് വരുന്ന സ്റ്റോക്കുകൾ. ഇങ്ങനത്തെ സ്റ്റോക്കുകളിൽ എക്സലൻറ്റ് ഫസ്റ്റ് ലെഗ് വന്നാൽ മനസ്സിലാക്കണം അതിനടുത്ത് സ്ട്രോങ് ഓപ്പറേറ്റേഴ്സ് കയറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. ഈ ഫസ്റ്റ് ലെഗ് കഴിഞ്ഞിട്ട് വരുന്ന മാർക്കറ്റ് വോളറ്റൈലിൽ ഇങ്ങനത്തെ സ്റ്റോക്കുകൾ കൊച്ചു കറക്ഷൻസിൽ പോകും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ഇങ്ങനത്തെ സ്റ്റോക്കുകൾ 1 കറക്ഷനിൽ പോകത്തില്ല. ഹാർഡ്ലി 5%, ലെസ് ദാൻ 10% കറക്ഷനിൽ പോകത്തുള്ളൂ. ഈ കറക്ഷൻ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, കയറുന്ന ലെവലിൽ എക്സലൻറ്റ് ക്യാൻഡിൽസ് ആയിരിക്കും, സ്ട്രോങ് ബോളി ആയിരിക്കും. ഇറങ്ങുന്ന ലെവൽ ലീനിയർ പുൾ ബാക്ക് എന്ന് പറയും. ദാറ്റ് മീൻസ് പുൾ ബാക്ക് വീക്കായിരിക്കും, വലിയ വോളിയം കാണത്തില്ല. ദാറ്റ് മീൻസ് വിൽക്കാൻ ആൾ കാണത്തില്ല. ചെറിയ പ്രൈസ് കറക്ഷൻസ് മാത്രം, കൊച്ചു കറക്ഷൻസേ ഉള്ളൂ. ശരിക്കും ഇങ്ങനത്തെ സ്റ്റോക്കുകളിലാണ് എപ്പോഴും ബെസ്റ്റ് ചാൻസസ് ഉള്ളത്. ബേസിക്കലി ഈ സ്റ്റോക്കുകളൊക്കെ വന്ന് ഒരു ടോപ്പ് കോൺട്രാക്ഷൻ സോണിലേക്ക് വന്ന് വീഴും. ഈ കോൺട്രാക്ഷൻ സോണിനകത്തുള്ള അനാലിസിസ് ആണ് ബേസിക്കലി നിങ്ങൾ പഠിക്കേണ്ട കാര്യം. ഈ അനാലിസിസ് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതിൻ്റെ അകത്തൊരു അബ്സല്യൂട്ട് ക്യാൻഡിൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്, പിവറ്റ് ക്യാൻഡിൽ കൺസെപ്റ്റ്സ് ഉണ്ട്. ഇതിൻ്റെ തന്നെ ഡെസ്റ്റിനിയുടെ 3-4 പാറ്റേൺസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അബ്സല്യൂട്ട് ക്യാൻഡിൽ വിത്ത് അണിമ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ത്രഷോൾഡ് ബ്രേക്ക്ഔട്ട് വിത്ത് പിവറ്റ് എന്ന് പറയുന്ന വേറൊരു കൺസെപ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റാറ്റിക് കോൺട്രാക്ഷൻ എന്ന് പറയുന്ന വേറൊരു കൺസെപ്റ്റ് ഉണ്ട്. കുറേ കൺസെപ്റ്റ്സാണ് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നത്. ശരിക്കും ഇൻസൈഡ് ക്യാൻഡിൽ കൺസെപ്റ്റ്സ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സപ്പോർട്ടിൽ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവിടെ നിന്നാണ് ശരിക്കും നമ്മുടെ കാര്യം. അവിടെ നിന്ന് ബൈ എടുത്താലുള്ള പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ ബൈ പ്രൈസ് കുറവായിരിക്കും, രണ്ടാമത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് മിനിമലായിരിക്കും. സ്റ്റോപ്പ് ലോസ് മിനിമലായാൽ മാത്രമേ ബെസ്റ്റ് റിസ്ക് റിവാർഡ് റേഷ്യോ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റോക്കിനെ എൻ്റെ 34 കൊല്ലത്തെ അനുഭവത്തിന് പുറത്ത് ഞാൻ താങ്കളോട് പറയുന്നു,
താങ്കൾ കോൺട്രാക്ഷൻ സോൺസ് ആണ് പഠിക്കേണ്ടത്. കാരണം എപ്പോഴും കോൺട്രാക്ഷൻ സോൺ ട്രേഡിംഗ് ആണ് ബെസ്റ്റ് റിട്ടേൺ, ബെസ്റ്റ് റിസ്ക് ബാർഡ് തരുന്നത്. ഇപ്പോഴത്തെ മാർക്കറ്റ്സ് ഒരിക്കലും ബ്രേക്ക്ഔട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന മാർക്കറ്റില്ല. അല്ലെങ്കിൽ പോലും ബ്രേക്ക്ഔട്ട്സിനെ സപ്പോർട്ട് ചെയ്യുന്ന മാർക്കറ്റ്സ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഒരു മാർക്കറ്റ് ബ്രേക്ക്ഔട്ടിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് സ്ട്രോങ് ആയിരിക്കണം, മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ സ്ട്രോങ് ആയിരിക്കണം. എസ്പെഷ്യലി ഇപ്പോഴത്തെ ഫോർ ദ ലാസ്റ്റ് 3 months ബ്രേക്ക്ഔട്ട് സപ്പോർട്ട് കുറവുള്ള മാർക്കറ്റ്സിനാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ബേസിക്കലി ബ്രേക്ക്ഔട്ട് കഴിഞ്ഞാൽ സ്കോട്ട് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റിലേക്കാണ് സ്റ്റോക്കുകൾ പോകുന്നത്. അവിടെ നമ്മൾ പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്ട്രോങ് ഫസ്റ്റ് ലെഗ് സ്റ്റോക്ക്, എക്സലൻറ്റ് ഫണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, എഴുതാപ്പുറം വായിക്കാൻ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഫണ്ടാ സ്റ്റോക്കുകൾ, എക്സലൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ലെഗ് കഴിഞ്ഞ സ്റ്റോക്കുകളിൽ ലീനിയർ പുൾ ബാക്ക് വരാൻ നേരത്ത് ആ ഭാഗത്തുള്ള ലീനിയർ പുൾ ബാക്കിൻ്റെ കംപ്ലീഷൻ സോൺസിൽ അത് ബേസിക്കലി ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണിലായിരിക്കും അത് നിൽക്കുന്നത്. ആ സപ്പോർട്ട് സോണിൽ 2-3 കാര്യങ്ങൾ, ഇപ്പോൾ ഫിബിൻ്റെ സപ്പോർട്ട്, അതുപോലെ തന്നെ ഡെയിലിയുടെ ഒരു സപ്പോർട്ട് ഒക്കെ വരുന്നൊരു കോമ്പിനേഷൻ സോൺസ് ഉണ്ട്. ശരിക്കും ആ സോൺസിൽ സ്റ്റോക്കുകളിൽ തിരിച്ചു കയറാനുള്ള സാധ്യത കൂടുതലാണ്. അവിടാണ് നമ്മുടെ കോൺട്രാക്ഷൻ കൺസെപ്റ്റ്സ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ കൺസെപ്റ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നൊക്കെ നമുക്ക് ബെസ്റ്റ് ട്രേഡ്സ് എടുക്കാൻ സാധിക്കുന്ന കാര്യം എടുത്തു പറയുന്നു. ഒരിക്കലും മാർക്കറ്റിനെ ചേസ് ചെയ്യാൻ പാടില്ല. സ്ട്രോങ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ സ്റ്റോക്ക് ഹ്യൂജ് ആയിട്ട് ട്രെൻഡ് ചെയ്യുമ്പോഴല്ല ചേസ് ചെയ്യേണ്ടത്. സ്റ്റോക്ക് റെസ്റ്റ് എടുക്കുമ്പോൾ മാത്രമേ ഈ സ്റ്റോക്കിൽ എൻട്രി ആവുള്ളൂ. ശ്രദ്ധിക്കേണ്ട കാര്യം, പല ആൾക്കാരും അയ്യോ ഈ സ്റ്റോക്കിനെ എടുക്കേണ്ട, പി വാല്യൂ കൂടി എന്നൊക്കെ പറയാറുണ്ട്. അതിനകത്ത് വല്ല കാര്യമൊന്നുമില്ല. എപ്പോഴും ഡിമാൻഡിങ് സെറ്റേഴ്സിൽ പി വാല്യൂ കൂടിക്കിടക്കുന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. എപ്പോഴും ഡിമാൻഡിങ് സെറ്റേഴ്സ് മാത്രമേ പെട്ടെന്ന് ഹ്യൂജ് ആയിട്ടുള്ള റിട്ടേൺ സ്റ്റോക്കിന് തരാൻ സാധിക്കത്തുള്ള കാര്യം തീർച്ചയായും മനസ്സിലാക്കണം. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഷൈനിങ് ഓഫ്.